കേരളത്തിലെ ഓർത്തോപീഡിക് ഡോക്ടർമാർ വേഗം തന്നെ വേറെ എന്തെങ്കിലും പണി കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. നിങ്ങളിപ്പോൾ വിചാരിക്കും AI-യുടെ കടന്നുകയറ്റമായിരിക്കാം നിങ്ങളുടെ ജോലിയെ ഇല്ലാതാക്കുന്നതെന്ന്. എന്നാൽ അതൊന്നുമല്ല, നമ്മുടെ മലയാളി പെന്തക്കോസ്തുകാരാണ് നിങ്ങളുടെ ജോലി ഇല്ലാതാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം വെർജീനിയയിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു ദൈവദാസനെ കണ്ടു. പാസ്റ്റർ സാം വർഗീസ് ചെറിയാൻ കോതഗിരി എന്ന് പറയുന്ന അനുഗ്രഹീതനായ സാഹിത്യകാരന്റെ പിതാവാദ്ദേഹം. അദ്ദേഹം എന്നോട് പറഞ്ഞത് പെന്തക്കോസ്തു ചരിത്രത്തിലെ ഒരു അനുഭവ. അദ്ദേഹത്തിന്റെ വെല്ലുമിച്ച് 106-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. 96-ാമത്തെ വയസ്സിൽ വെർജീനിയയിൽ വെച്ച് വീണ് കട്ടിലെന്ന് വീണ് കൈയുടെ തോളലൊടിഞ്ഞു. അങ്ങനെ തോളലൊടിഞ്ഞേച്ച് അമ്മച്ചയെ കൊണ്ട് അവർ ആശുപത്രി ചെന്നു. എക്സ്റേ എടുത്ത് ഡോക്ടർ പറഞ്ഞു സ്റ്റീൽ ഇടണം. അമ്മച്ചി പറഞ്ഞു 14-ാമത്തെ വയസ്സിൽ എന്റെ ഹൃദയവും എന്റെ ശരീരവും യേശുവിന് കൊടുത്തതാ, അവത്താൽ വേറൊന്നും ഇതുവരെ കയറിയിട്ടില്ല, അതുകൊണ്ട് അത് പറ്റത്തില്ല. അവരോട് ഒപ്പിട്ട് മേടിച്ചു വിട്ടു. അത് എന്ത് വന്നാലും നിങ്ങൾ ഉത്തരവാദികൾ. 3-ാമത്തെ ദിവസമായി ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് 3-ാമത്തെ ദിവസമായപ്പോഴത്തേന് നീര് വെച്ച് ശരീരം മുഴുവൻ കരുതിലിച്ചു, വീർത്തു, അതിവേദന. മച്ചി അർദ്ധരാത്രി എഴുന്നേറ്റിരുന്നു ദൈവത്തോട് പറഞ്ഞു, ദൈവമേ 96 വയസ്സായി, ജീവിച്ച് കൊതി തീർന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സൗഖ്യം തരികയാണെങ്കിൽ ആരോഗ്യത്തോടെ തരാമെങ്കിൽ തന്നാ മതി, ഇല്ലെങ്കിൽ ഇപ്പൊ എടുത്തോണം. ആ രാത്രിയിൽ അമ്മച്ചി ഉറങ്ങിപ്പോയി. ആ ഉറക്കം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അമ്മച്ചി എഴുന്നേറ്റ് വരുന്നത് ഇതുപോലൊരു ബൈബിളും കൈ പിടിച്ചോണ്ടാ. പിള്ളേർക്ക് അത്ഭുതം. അവർ അമ്മച്ചിയെ കൊണ്ട് പോയി അതേ ആശുപത്രിയിൽ അതേ ഡോക്ടർ എടുക്കൽ. ആ ഡോക്ടർ അമ്മച്ചി എക്സ്റേ എടുത്തു. 2 എക്സ്റേ കൊണ്ട് വന്നേച്ച് ഡോക്ടർ അമ്മച്ചിയുടെ മുമ്പിൽ മുട്ടുകുത്തിയേച്ച് അമ്മച്ചിയോട് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. സായിപ്പ് ഡോക്ടർക്ക് വേണ്ടി അമ്മച്ചി മലയാളത്തിൽ പ്രാർത്ഥിച്ചെന്ന് ഇതാ ഞങ്ങൾ പ്രസംഗിക്കുന്ന പെന്തക്കോസ്ത് കഴിഞ്ഞ 400 വർഷമായി മലാക്കി മുതൽ ഇതിനകത്ത് ഒരു പ്രവാചകന്മാരില്ലെന്നുള്ളത് സത്യം. അമ്മച്ചിയുടെ ഈ അത്ഭുത രോഗശാന്തിയും മലയാളത്തിലുള്ള പ്രാർത്ഥനയും കേട്ടിട്ട് ഡോക്ടർ പിറ്റേന്ന് തന്നെ ജോലി രാജിവെച്ച് പാസ്റ്റർ ആവാൻ പഠിക്കാനായിട്ട് ഇപ്പൊ കേരളത്തിൽ വന്നിട്ടുണ്ടെന്നാണ് അവസാനമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. ഒരു മയത്തിലൊക്കെ തള്ളണ്ടേടി. വല്ല പനിയോ വയറിളക്കോ വന്നിട്ട് രാത്രി പ്രാർത്ഥിച്ച് രാവിലെ എണ്ണീറ്റപ്പോൾ സൗഖ്യമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വിശ്വസിക്കാം. തോളിൽ ഒടിഞ്ഞൊരു വ്യക്തി രാത്രി പ്രാർത്ഥിച്ച് രാവിലെ സൗഖ്യമാക്കി എഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയൊന്നും പോരാ. സാമാന്യ ബോധമുള്ള വ്യക്തികൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ ഈ പ്രസംഗമൊക്കെ വളരെ കൃത്യമായിട്ടും നിങ്ങൾ അവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർക്കോ അതേപോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവർക്കോ അയച്ചു കൊടുക്കുക. കാരണം നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കണ്ടതാണ്, അവിടെ മുന്നിലിരിക്കുന്ന വിശ്വാസികൾ ഈ വെടിക്കഥ കേട്ടിട്ട് കോരിത്തരിച്ചു ഈ ഒരാളൊക്കെ ഇരുന്ന് കരയുന്നത് കണ്ടു. അപ്പോൾ അതിലെ പല വ്യക്തികളും അവർക്ക് നാളെ മാരകമായിട്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഈ പാസ്റ്റർമാരുടെ ബെഡായി കേട്ടുകൊണ്ട് രോഗത്തിന് ചികിത്സിക്കാതെ അവസാനം വടിയാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഇമാതിരി എ ക്ലാസ് അശാസ്ത്രീയതയും മതം അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ മിസ്ലീഡ് ചെയ്ത് തെറ്റായ ഇൻഫർമേഷൻ കൊടുത്ത് അവരുടെ ജീവനെ ആപത്തിലേക്ക് നയിക്കുന്ന ഓരോ പാസ്റ്റർമാരെ നോട്ട് ഔട്ട് ചെയ്യുകയും അവരെയെല്ലാം കൃത്യമായും നിയമ നടപടികൾക്ക് വിധേയരാക്കി നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കേണ്ടതും നമ്മളുടെ സമൂഹത്തിന്റെ ബെറ്റർമെന്റിന് ഏറ്റവും അനിവാര്യമാണ്. ഏറ്റവും സഹതാപം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാസ്റ്റർമാരുടെ കാര്യം നമുക്ക് പോട്ടേന്ന് വെക്കാം. അറിവോ വിദ്യാഭ്യാസമോ വിവരമോ ഇല്ലാത്തവർ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ. പക്ഷെ അവിടെ മുൻപിൽ വന്നിരിക്കുന്ന വിദ്യാഭ്യാസമുള്ളവർ ഇത്രയും ദോഷകരമായിട്ടുള്ള മെസ്സേജുകളും ഇൻഫർമേഷനും പാസ് ചെയ്തിട്ടും അവരവിടെ കണ്ണും പൂട്ടി കരഞ്ഞും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ സങ്കടം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല.